മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു ഒരു സമീപനമല്ലേ, ഒരു കാഴ്ചപ്പാടല്ലേ അത്? സംശയം എന്താ കാര്യത്തിൽ? കാരണം ഇതൊരു പിന്നെ സെമിറ്റിക് മതങ്ങൾക്ക് പൊതുവേ ഉള്ള ഒരു പ്രത്യേകതയാണ് ആചാരങ്ങളിലുള്ള എന്താ പറയുക കടുത്ത നിലപാടുകൾ. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അയഞ്ഞ നിലപാടുകളുള്ള ഏത് വിശ്വാസവും സ്വീകരിക്കാവുന്ന ഒരു മതം ഇന്ത്യയിലുണ്ട്, ഹിന്ദു മതം എന്ന് പറയുന്നത്. അവരെക്കാണ് കുഴപ്പക്കാരായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് പലപ്പോഴും. ആചാരങ്ങളും അനാചാരങ്ങളും ഒത്തിരി ഉള്ളതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സെമിറ്റിക് മതങ്ങളിലാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള മുറുകെ പിടിക്കാനുള്ള വലിയ വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള ഒരു തരം കണ്ടുവരുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നതാണല്ലോ. ഇസ്ലാം മതത്തെ പറ്റി പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഈ പിന്നെ വേഷവിധാനത്തിൽ, വസ്ത്രധാരണത്തിൽ, ഭക്ഷണങ്ങളിൽ ഇതൊക്കെ വളരെ 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 പിന്നെ റിജിഡായ ഒരു സമീപനം നമ്മൾ കാണുകയാണ്. വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും അതിന് വലിയ വ്യത്യാസമില്ല. പക്ഷേ തികച്ചും സഹോദര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. അതൊരു വസ്തുതയാണ്. കോഴിക്കോട് ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മളെ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള തങ്ങള് ശിഹാബ് തങ്ങള് ഒരു കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പം കനക്കുകയാണ്. ഇപ്പം കാന്തപുരം വിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ സമസ്തയിലെ EK സുന്നി വിഭാഗമൊക്കെ ഇദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടുമായിട്ട് അഭിപ്രായങ്ങളുമായിട്ട് ചില നേതാക്കളൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ പിന്നെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേക്ക് മുറിച്ചത് ഇപ്പോൾ വിവാദമായി. എത്രയോ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ എത്രയോ വീഡിയോസ് കാണുന്നു, ഇങ്ങനെ ചെയ്ത് എത്രയോ വീഡിയോസ് കാണുന്നു. കാരണം മറ്റ് മതസ്ഥരുടെ ആഘോഷ പരിപാടികൾ ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് വിഷമമിപ്പിക്കുന്ന എത്രയോ വീഡിയോസ് നമ്മൾ കാണുന്നു. അതിനെതിരെ ഒന്നും ഫലപ്രദമായ കൃത്യമായ നടപടികളൊന്നും കാണുന്നുമില്ല. അതിപ്പോൾ കേക്ക് മുറിച്ച അത് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ശുഭോദർക്കമായ ഒരു കാര്യം, സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാമാണികരായ ഒരു വലിയ വിഭാഗ നേതാക്കളെ പോലെ പലപ്പോഴും ഒരു പിന്നെ ഹൃദ്യമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ. പലപ്പോഴും കാരണം അവരുടെ നമ്മളത് വെറുതെ പറയുകയാണെന്ന് ചിലപ്പോൾ ധരിച്ചു പോകും. മുസ്ലിം ലീഗ് എന്ന് പേരുള്ള കക്ഷി മതേതരമെന്ന് വിളിക്കണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ ഈ കുഴപ്പങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകരമായ നിലപാടെടുത്തിട്ടുള്ളത്. ഇതിപ്പം അങ്ങനെയല്ലല്ലോ. ഇതിപ്പോൾ പിന്നെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എത്രയോ വിവാദങ്ങൾ. വിളക്ക് കൊളുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിവാദമാണ്. വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് അബ്ദുറബിന്റെ, അതായത് 2015 അബ്ദുറബ്ബ് മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹം അതൊരു വലിയ വിവാദമായിട്ട് കുറെ പിന്നെ കത്തിപ്പറഞ്ഞു. അന്ന് ലീഗ് നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ജനാധിപത്യ വിരുദ്ധത ഇവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ഈ സമസ്തയുടെ പല നിങ്ങൾ നമ്മൾ ഒരു പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി വേദിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹം നടത്തിയ അപമാനകരമായ പ്രസ്താവന, യഥാർത്ഥത്തിൽ അതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയായിട്ട് എടുക്കാം, ബാലവിരുദ്ധ പ്രസ്താവനയായിട്ട് എടുക്കാം. ഇതൊന്നും നമുക്ക് പക്ഷേ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെതിരെ നടപടികൾ എടുക്കാനുള്ള ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാര്യങ്ങളെ ആ അർത്ഥത്തിൽ കണ്ടെങ്കിൽ മാത്രമേ ശരിയാകുള്ളൂ. സത്യത്തിൽ ഒരാവശ്യവുമില്ലാത്ത ഒരു വിവാദമാണിതെന്ന് പറയുന്നത്. ഇപ്പോൾ ഉയർത്തി കൊണ്ടുവരുന്ന വിവാദം എന്ന് പറഞ്ഞ് അത് രണ്ട് ഗ്രൂപ്പും, അതായത് SYSന്റെ പ്രസിഡന്റോ മറ്റോ അല്ലേ ഹമീദ് ഫൈസി, അദ്ദേഹമാണ് ഇത് ആദ്യം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് കാന്തപുരം വിഭാഗവും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവര് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹമാണ് ആദ്യം ലീഗ് വിരുദ്ധ. പക്ഷേ സമസ്തയിൽ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉള്ളത്. സമസ്തയിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമായിട്ടുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് കുഴപ്പത്തിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല സമസ്തയ്ക്ക് എന്നുള്ളതാണ്. സമസ്തയിൽ മുസ്ലിം വിരുദ്ധരുണ്ട്. പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അടങ്ങുന്നവർ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും മുസ്ലിം ലീഗ് പൊളിറ്റിക്സ് ക്ലച്ച് പിടിച്ചിട്ടില്ല. പക്ഷേ അവരെ ഒരു വലിയ വോട്ട് ബാങ്കായിട്ട് മാറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾക്ക് പുറത്ത് അവർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കളികൾ നടത്താറുണ്ട്. ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ളവർ, SDP അടക്കമുള്ളവർ, പിന്നെ വെൽഫെയർ പാർട്ടി അടക്കമുള്ളവർ UDFനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ഒടുവിൽ സ്വീകരിച്ചത്. ശിഹാബ് തങ്ങളിന് പിന്തുണയായിട്ട് ലീഗിലെ തന്നെ നിരവധി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വന്നിട്ടുണ്ട്, മുനീർ വന്നിട്ടുണ്ട്, ആളുകളൊക്കെ. അദ്ദേഹത്തിന്റെ ഒരു മറുപടിയും പുറത്തു വന്നു. അദ്ദേഹം പറയുന്നത് ഈ ക്രിസ്മസ് ചില ആഘോഷങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കുഴിമന്തി തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞെങ്കിലും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആചാരങ്ങളും ഒരു സ്ഥലത്ത് വിളിക്കപ്പെട്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് ആതിഥേയരുടെ ഒരു സൗകര്യം, ആതിഥേയരുടെ ഒരു സൗഹൃദം, ഇതിനൊക്കെ അനുസൃതമായിട്ടല്ലേ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ രസകരമായ ഒരു കാര്യം പറയുന്നത്, ഇവര് പിന്നെ പലപ്പോഴും
തീവ്രവാദ വിരുദ്ധ വിഭാഗക്കാർ ഒരു ആഘോഷങ്ങളിലും ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മുല്ലപ്പൂ അടക്കം ചൂടരുതെന്നുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റു പല ആഘോഷങ്ങളും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും അതിൽ പങ്കെടുക്കരുത് എന്ന്, അത് അവരുടെ കാര്യമാണ്, പങ്കെടുക്കരുത് കർശനമായി വിലക്കിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ആണ് യഥാർത്ഥത്തിൽ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു വിഭാഗത്തിന്റെ, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭയങ്കര അപകടകരം, രാജ്യത്തിന്റെ ഡേഞ്ചറാണ്, സമൂഹത്തിന്റെ ഡേഞ്ചറാണ്, രാജ്യത്തിന്റെ മതേതരമെന്ന് പറയുന്ന സ്വഭാവത്തിന് വിരുദ്ധമാണ്. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഒരു സൗഹൃദ സമീപനം തന്നെയാണ്. ഇടക്കാലങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ തമ്മിലുള്ള സംഘർഷം. അത് പലപ്പോഴും ചെറിയ സംഭവങ്ങൾ ഊതിപ്പിരിപ്പിച്ചുണ്ടായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. അല്ലാതെ പക്ഷേ ഇത്തരം പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഈ തരത്തിൽപ്പെട്ട, അത് അടുത്ത കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുണ്ട്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഓണസദ്യ ഉണ്ണാൻ പോകരുതെന്ന് കർശനമായി പ്രസ്താവിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ കർശനമായി കണ്ടിട്ടുണ്ട്. നമ്മുടെ ആഘോഷമല്ല എന്ന് പറയുന്ന ആൾക്കാർക്കുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമ്മുടേതുപോലുള്ള ഒരു പൊതു സമൂഹത്തിൽ എല്ലാ ആഘോഷങ്ങളെയും ഒരു പരിധിവരെ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് കാണുന്ന സമീപനമാണ് ഇപ്പോൾ കേരളീയ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പൊതുവെ അങ്ങനെയാണ്. പിന്നെ എല്ലാത്തോടുണ്ടാകും. നമ്മൾക്ക് പിന്നെ അങ്ങനെയല്ലേ പോകുന്നത്. ക്രിസ്മസിന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി അവർ നമ്മളെ വിളിക്കാറുണ്ട്. ഓണത്തിന് ഒക്കെ മറ്റേ ഓണം പൊതുവാഘോഷമാണെന്ന് പറയുന്നത് എല്ലാ വിഭാഗക്കാരും ആഘോഷിക്കുന്ന നന്നായി ആഘോഷിക്കുന്ന എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ തീവ്രവാദ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ ഇവർ ഇത്തരത്തിൽ വിഷം മോഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷം പടർത്തിവിടാൻ ശ്രമിക്കുമ്പോൾ ഒരു സൗമ്യ സമീപനം എടുക്കുന്നവർ സത്യത്തിലൊരു ആശ്വാസമാണ്. സാദിഖലി തങ്ങളുടെ ആ പ്രസ്താവന നമുക്ക് കൃത്യമായ ഒരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. ഈ സമസ്ത ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരു വർഗീയ കാഴ്ചപ്പാടിൽ നീങ്ങുന്ന ഒരു സംഘടനകൾ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എന്ത് നിലപാടാണ് എടുക്കാൻ പറ്റുക? മുസ്ലിം ഐഡന്റിറ്റിയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ല, മുസ്ലിം അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നമ്മളേതാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ സമൂഹത്തെ പറ്റിയും ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റിയും നമ്മൾ സംസാരിക്കുന്ന വിധത്തിൽ എപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ ന്യൂനപക്ഷ പ്രീണനമായി മാറാൻ പാടില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ പൊതുധാരയിൽ വരുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിപ്പോൾ ഏത് പക്ഷവുമായിക്കോട്ടെ, ഇടതുപക്ഷവുമായിക്കോട്ടെ, പിന്നെ വലതുപക്ഷവുമായിക്കോട്ടെ, അവരുടെ ശ്രമം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരർത്ഥത്തിലും അത് അങ്ങനെയല്ല. ന്യൂനപക്ഷ പ്രീണനമല്ല ആവശ്യം. ഇതിലിപ്പോൾ തങ്ങളുടെ പ്രതികരണം ഇതാണ്: ആരെങ്കിലും സ്നേഹപൂർവ്വം സൽക്കരിച്ചാൽ അവർ തരുന്ന അനുവദനീയമായ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അല്ലാതെ കുഴിമന്തി തന്നെ വേണമെന്ന് വാശി പിടിച്ച് ആതിഥേയനെ വെറുപ്പിക്കുകയല്ല വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഗിന്റെ അദ്ദേഹം ലീഗിന്റെ അധ്യക്ഷനായിരിക്കും. പിന്നെ പൊതുവെ പാണക്കാട്ട് തങ്ങൾമാരാണല്ലോ ലീഗിന്റെ ഔദ്യോഗിക അഭിപ്രായം പറയാൻ ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ലീഗിന് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വല്ലാതെ ലീഗിനെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, ജമാഅത്തെയും SDP എന്നൊക്കെ പറഞ്ഞ് ഒരു പിരിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം അത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു അവസ്ഥയല്ലേ. അതിപ്പം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ന്യൂനപക്ഷ പ്രീണനത്തിന്റെ അപകടം ഒരർത്ഥത്തിൽ അവർ മനസ്സിലാക്കി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ രാഷ്ട്രീയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടം തുറന്നു വിട്ട ഒരു ഭൂതത്തെ പോലെയാണ്. PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടല്ലേ മത്സരിച്ച് ജയിച്ചത്. 2 തവണയും അങ്ങനെയല്ലേ. സനാതനധർമ്മം രാജ്യത്തിന്റെ പൈതൃകമാണെന്ന് പറഞ്ഞ് സനാതനധർമ്മം ചാതുർവർണ്ണയമല്ല എന്നൊക്കെ പറയുന്ന VD സതീശൻ ഈ കാര്യത്തിൽ, പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. ഈ കേക്ക് വിവാദത്തിൽ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ അതിപ്പോ പിന്നെ കോൺഗ്രസ് ഇപ്പോൾ പൊതുവെ കോൺഗ്രസിന്റെ എക്കാലത്തെ സമീപനം എന്ന് പറയുന്ന പോലെ ഇപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുകയല്ലേ. കോൺഗ്രസ് എന്നല്ല, ലീഗിന്റെ അഭിപ്രായം അല്ലല്ലോ അത്. ലീഗിന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞല്ലോ, സാദിഖലി ശിഹാബ് പറഞ്ഞല്ലോ. പക്ഷേ മറ്റു വിഭാഗങ്ങളെ വിമർശിക്കാനും കോൺഗ്രസിന് ഭയമാണ്. ഏത് വിഭാഗത്തെ വിമർശിക്കാനും കോൺഗ്രസിന് ഭയമാണ്. ഇത് കോൺഗ്രസ് ഇപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന അവസ്ഥയിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിമർശിക്കുമ്പോൾ അതൊരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ മാത്രം വിമർശിക്കാനുള്ള ശ്രമമാണ് നമുക്ക്. അതാണ് ഇവിടെ സെമിറ്റിക് മതങ്ങളിലാണ് ആചാരങ്ങൾ വളരെ കൂടുതൽ. ഇപ്പൊ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഒരു പിന്നെ ഇവിടെ ക്രമസമാധാനത്തെ ബാധിക്കത്തക്ക വിധത്തിൽ ഒരു പിന്നെ ഇവിടുത്തെ ഈ പള്ളി അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ഇവിടുത്തെ പിന്നെ സുരേന്ദ്രന്റെ ആ കുർബാന അൾത്താരയ്ക്ക് നേരെ നിന്ന് വേണോ അതോ തിരിഞ്ഞു നിന്ന് വേണോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആചാരമാണത്. എന്തും ആയിക്കോട്ടെ, ഞാൻ അതിൻ്റെ ആ വിഷയത്തിലേക്കേ അല്ല കിടക്കുന്നത്. പക്ഷേ അത് ക്രമസമാധാനത്തെ ബാധിക്കത്തക്ക വിധത്തിൽ വളരെ രൂക്ഷമായിട്ടും ഒരു അഭിപ്രായം പറയാൻ തയ്യാറാവുന്നില്ല അവർ. ഇത് ഇത്തരം ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പറ്റി പറയുമ്പോൾ എപ്പോഴും ഇവിടെ ഞാൻ ഫലത്തിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ്. എപ്പോഴും അവർ ഒരു സമൂഹത്തിൻ്റെ മാത്രമായ ആചാരങ്ങളെയും അതിന് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഇവ ഷർട്ട് ഇട്ടുകൊണ്ട് അകത്ത് കയറുന്നു, കയറാതിരിക്കുന്നു
എന്തായാലും കുഴപ്പമില്ല, ഷർട്ട് ഇട്ടോന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതാർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു ആചാരമാണ്, അത് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു ആചാരമാണ്. പക്ഷേ ഇവിടെ ആചാരങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പള്ളിയിലെ പ്രശ്നം തന്നെ അത് ഒരു വലിയ ക്രമസമാധാന പ്രശ്നമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടി, വൈദികരുടെ അടക്കം അടി പിടി ഗുസ്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന് സാരം അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം തുറന്നു പറയാൻ, അല്ലെങ്കിൽ പിന്നെ എന്താ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ടല്ലോ, എന്താണ് ഈ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും മറ്റു വിശ്വാസികളുമായി സഹകരിക്കരുതെന്നും നമ്മൾ ഭക്ഷണം പോലും കഴിക്കരുതെന്നും അവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മുടേതല്ലെന്നും അത് നമുക്ക് എന്ന് പറയുന്നത് അപകടകരമാണെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഇവരാരും കാണിക്കുക. അങ്ങനെ പറയാൻ പാടില്ല എന്ന് കൃത്യമായി പറയാനും ഈ നമ്മുടെ സത്യത്തിൽ കേസെടുക്കേണ്ട ഒത്തിരി വീഡിയോസ് നമ്മുടെ മണ്ഡലത്തിൽ പ്രചരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഉണ്ട്, തീർച്ചയായിട്ടും ഏത് വർഗീയ, അതിപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ആയാലും ന്യൂനപക്ഷത്തിൻ്റെ ആയാലും ഉണ്ട്. പക്ഷേ ഇത് ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ കഴിയുന്ന എത്രയോ പിന്നെ പ്രസ്താവനകൾ നമ്മൾ പൊതുജന മധ്യത്തിൽ കാണുന്നു. അല്ല, VHPയുടെ സംഭവം ഉണ്ടായിരുന്നല്ലോ പാലക്കാട്. VHP ഒരു സ്കൂളിൽ പോയിട്ട് കരോൾ ഗാനം നടത്താൻ പാടില്ല, നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ വിവാദമായിരുന്നു. ആ രീതിയിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം ചെറിയ കാര്യങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ലഘുവാക്കി പിന്നെ അത് അവിടെ തന്നെ അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അത് അതങ്ങ് വയ്ക്കുകയും ചെയ്യുന്നത്, അതങ്ങ് പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി മാറ്റുകയും ചില മറ്റോ അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷ അവകാശം എന്താണെന്നും ന്യൂനപക്ഷ പ്രീണനം എന്താണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി അവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നു. അത് അവരിട്ട് മനസ്സിലാക്കുന്നുമില്ല. എന്തായാലും ചില വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും വിളക്കൊക്കെ കത്തിക്കാൻ ആ ആചാരത്തിനോടൊക്കെ ഒരു വെറുപ്പുണ്ട്. വെറുപ്പുള്ളവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് അതും പരസ്യ പ്രസ്താവനകൾ ഒത്തിരി വന്നിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ വിളക്ക് കത്തിക്കുന്നതിൽ തീർച്ചയായിട്ടും അത് ഖേദകരമെന്നേ മോശമെന്നേ പറയാനുള്ളൂ. സംസ്കാര ശൂന്യമായ ഒരു നിലപാടാണ് മാത്രമേ പറയാൻ പറ്റൂ. പ്രബുദ്ധ കേരളത്തിനോ അല്ലെങ്കിൽ പുരോഗമന പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന പുരോഗമന ചിന്താഗതിയിൽ ഇത് കേരളമാണെന്ന് ആവേശപൂർവ്വം പറയുന്നവരുടെ മുമ്പിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും പറയാനില്ല.